എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ടീം വീണ്ടും അടുത്ത മത്സരം കളിക്കാനായി ഇറങ്ങുകയാണ്. ഇത്തവണ ശ്രീലങ്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ജൂലൈ 27 ശനിയാഴ്ചയാണ് ഈ തീപാറും പോരാട്ടം നടക്കുന്നത്. ഇപ്പോഴിതാ ശ്രീലങ്കയ്ക്കെതിരെയുള്ള ആദ്യ T20 മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യ പ്രാക്ടീസ് മാച്ച് കളിച്ചിരിക്കുകയാണ്. ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ മലയാളി താരം സഞ്ജു ആണ് തിളങ്ങിയത്. സഞ്ജു കരിയറിലെ തന്റെ ആദ്യ T20 സെഞ്ചുറി കുറിക്കുകയും ചെയ്തു. സഞ്ജുവിന്റെ ഇന്നത്തെ അടി കണ്ട് ഗംഭീറും ശ്രീലങ്കൻ താരങ്ങളും എല്ലാം ഇപ്പോൾ അമ്പരന്നിരിക്കുകയാണ്. സാധാരണ മെല്ലെ കളിക്കുന്ന സഞ്ജു ഇന്ന് ബൗളർമാരെ ശരിക്കും പഞ്ഞിക്കിട്ടു. സഞ്ജുവിന്റെ ഈ മിന്നും ഫോം ഇന്ത്യൻ പ്ലേയിങ് 11-ലെ സ്ഥാനം ഉറപ്പിച്ചു. സഞ്ജു തന്റെ പഴയ ഫോമിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് മലയാളി ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്തയാണ്. ഇന്നത്തെ മത്സരത്തിൽ സഞ്ജു മാത്രമല്ല ഫിനിഷർ റോളിൽ എത്തിയ റിങ്കു സിംഗും തകർത്ത് അടിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഇന്ത്യൻ വെടിക്കെട്ടാണ് ശ്രീലങ്കൻ മണ്ണിൽ നമുക്കിന്ന് കാണാൻ കഴിഞ്ഞത്. ഇന്നത്തെ പരിശീലന സെഷനിലാണ് സഞ്ജുവും കൂട്ടരും ഈ വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ചത്. സൂര്യകുമാർ യാദവ് നയിക്കുന്ന ഇന്ത്യൻ ടീമിൽ സഞ്ജു എന്തായാലും ഉണ്ടാകുമെന്ന് ഇപ്പോൾ ഉറപ്പായി. പ്രാക്ടീസ് മാച്ചിൽ സഞ്ജു ഇങ്ങനെ കളിച്ചു എങ്കിൽ ആദ്യ T20-യിൽ സഞ്ജു തകർത്തിരിക്കുമെന്നത് ഉറപ്പാണ്. ഇന്ന് ഓപ്പണിംഗിൽ ഇറങ്ങിയ ജയ്സ്വാൾ ഗിൽ സഖ്യം ഫ്ലോപ്പ് ആയി. തുടർന്ന് 4-ാം നമ്പറിൽ എത്തിയ സൂര്യകുമാർ യാദവും പെട്ടെന്ന് ഔട്ട് ആയി. എന്നാൽ 3-ാം നമ്പറിൽ ഇറങ്ങിയ സഞ്ജുവും 5-ാം നമ്പറിൽ ഇറങ്ങിയ റിങ്കു സിംഗും ചേർന്ന് ഇന്ത്യക്ക് കൂറ്റൻ ടാർഗറ്റ് സമ്മാനിച്ചു. ഇരുവരുടെയും കൂറ്റിനടിക്ക് മുന്നിൽ എതിരാളികൾ മുട്ടുകുത്തി. ഈ ഒരു T20 പരമ്പരയിലും ഇന്ത്യയുടെ തുറുപ്പുചീട്ട് അത് സഞ്ജു തന്നെയാണ്. T20-യിൽ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ആയിട്ട് ഇനിയിങ്ങോട്ട് സഞ്ജു ആയിരിക്കും ഉണ്ടാവുക. സഞ്ജുവിന്റെ നല്ല കാലം തെളിഞ്ഞിരിക്കുകയാണ്. ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ കോച്ചായി വന്നതോടെ ടീമിൽ അടിമുടി മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. മിന്നും ഫോമിൽ കളിക്കുന്ന സഞ്ജുവിന് പ്രമോഷൻ നൽകി വൈസ് ക്യാപ്റ്റനിലേക്ക് എത്തിക്കാനാണ് ഇനി ഗംഭീറിന്റെ പദ്ധതി. ഈ ഒരു പരമ്പരയിൽ സഞ്ജു തിളങ്ങിയാൽ പിന്നെ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി സഞ്ജു മാറും. രോഹിത്തും കോഹ്ലിയും ഇല്ലാതെ ഇന്ത്യ ഇറങ്ങുമ്പോൾ അവർ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് നോക്കി തന്നെ കാണാം. ശ്രീലങ്ക മികച്ച ടീമാണ്, അതുകൊണ്ട് തന്നെ ഇന്ത്യ ശ്രദ്ധിച്ചു കളിച്ചില്ലെങ്കിൽ അടിപതറും എന്നത് ഉറപ്പാണ്. എന്തായാലും ഇന്നത്തെ പ്രാക്ടീസ് മാച്ചിൽ ഇന്ത്യ തകർത്ത് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കാം ആദ്യ T20 മത്സരത്തിനായി. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.